വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നിരന്തരം നിങ്ങളുടെ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ മെമ്പർഷിപ്പ് ഓപ്ഷൻസും അതുപോലെ മറ്റു രീതിയിലുള്ള സപ്പോർട്ട് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ബൈ മീ എ കോഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്: മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്രവിവാഹം നടത്തുന്നു. പിന്നിൽ CPIM-ഉം DYFI-യും. വിവാദ പരാമർശവുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. ഇത് കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതിനെ ലവ് ജിഹാദ് എന്നോ ലവ് കുരുക്ഷേത്ര എന്നോ അല്ലെങ്കിൽ ലവ് മറ്റേ എന്തെങ്കിലും സിന്ദാബാദ് എന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വലിയ തോതിൽ ഇവിടെ ചർച്ചയാകാതെ പോയത്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഈ ഒരു ആശയം ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശങ്ക, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും പ്രത്യേകിച്ച് അതിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോത്രീയമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഇടിവ്, അവരുടെ ആൾ ബലം കുറയുന്നതിന് കാരണമാകുന്ന ഒരു വലിയ ഒരു പ്രശ്നമായിട്ടാണ് അവരതിനെ കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഗോത്രീയ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ അപരിഷ്കൃതമായ ചിന്ത കൊണ്ട് നടക്കുന്ന അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിലെ ആളുകൾ കുറയുക എന്ന് പറയാൻ എന്താണ് കാരണം? കാരണം സ്ത്രീകളുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് പെറ്റുകൂട്ടുക, കുട്ടികളെ വളർത്തുക എന്നത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെയൊക്കെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇസ്ലാമിൻ്റെ നിയമങ്ങളടക്കം അങ്ങനെയാണ്. ഭർത്താവ്, ഭാര്യ, അവരുടെ ആ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭാഗിച്ചു കൊടുക്കുന്നതിൽ പോലും നിങ്ങൾക്ക് കാണാം സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പെറ്റുകൂട്ടുക, അവിടെ ഗർഭം ധരിക്കുന്ന കുട്ടിയെ നല്ല രീതിയിൽ പ്രസവിച്ചിടുക, അതിനെ വളർത്തി വലുതാക്കുക, ഭർത്താവ് കൊണ്ടുതരുന്ന ആ ഭക്ഷണം 4 നേരം കുട്ടിക്ക് അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കുക. ഇതാണ് സ്ത്രീയുടെ പണി. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ലോകകാര്യമൊന്നും അന്വേഷിച്ച് നടക്കണ്ട എന്ന് തന്നെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇതുപോലെ വന്നു നിന്ന് പറയുന്ന ഒരു കാഴ്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ മറ്റൊരു വശം, മിശ്രവിവാഹം വർദ്ധിക്കുന്നു, മതപഠനം അനിവാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വേറൊരു നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. അപ്പോൾ നേരത്തെ വന്നത് വേറെ ഒരു നാസർ ഫൈസി കൂടത്തായി ആണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂരാണ്. ഇദ്ദേഹവും ഇതുപോലെ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ വാദം അവിടെ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. അതിൻ്റെ പ്രവർത്തനോദ്ദേശം പ്രധാനമായി മഹല്ലുകളുടെ ഏകോപനവും സമസ്തയുടെ പദ്ധതികൾ മഹല്ലുകളിലൂടെ നടപ്പാക്കാനുള്ള സുഗമമായ ഒരു സംവിധാനവും. രണ്ടാമത്തെ ഒന്ന്, മഹല്ലുകളിലൊക്കെ സാധാരണഗതിയിൽ ഈ അരാജകത്വത്തിനും അധർമ്മത്തിനുമെതിരെ വളരെയധികം ഗൗരവത്തോടു കൂടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നേരത്തെ നമ്മുടെ നേതാക്കൾ അത് നോക്കി കണ്ടുകൊണ്ടാണ് ഒന്ന്, മതപരമായ വിദ്യാഭ്യാസ പുരോഗതി, അതിന്റെ അടിസ്ഥാനം പള്ളി ദർസുകളും മദ്രസയുമാണ്, അത് പരിപോഷിപ്പിക്കൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം യുവാക്കളിലും യുവതികളിലും ഒക്കെ ഉണ്ടാകുന്ന അധാർമിക പ്രവണത. ഉദാഹരണമായി മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോകുന്നു, അതുപോലെ തന്നെ മിശ്ര വിവാഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് യുവാക്കളിലും യുവതികളിലും ഉണ്ടാകുന്ന വലിയൊരു അധാർമികതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താണ്? മിശ്രവിവാഹം വർദ്ധിക്കുന്നു, ഒളിച്ചോടി പോകുന്നു എന്നുള്ള ആ 2 വാക്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ മിശ്ര വിവാഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ മതത്തിന്റെ അതേ ചട്ടക്കൂടിൽ നിർത്തുന്നതിന് വേണ്ടി അപ്പോൾ അധാർമികമായ ആ 2 സംഗതി, ഒളിച്ചോടുക, മിശ്രവിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ പെൺകുട്ടികൾ, മുസ്ലിമായിട്ടുള്ള പെൺകുട്ടികൾ അമുസ്ലിമായിട്ടുള്ള ആണുങ്ങളോടൊപ്പം പോകുന്നു. ഇത് വലിയ പ്രശ്നമായിട്ട് ഇവർ കാണുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ ഈ തലയിൽ തൊപ്പിയും വെച്ച് ഇങ്ങനെ ഇരുന്ന് വെള്ളയിട്ട് ജിന്നിനെ പോലെ വന്നിരുന്ന് പറയാനുള്ള അവകാശം തൻ്റെ ഗോത്രത്തിൽ നിന്നും ആളുകൾ, പെണ്ണുങ്ങൾ ഇതുപോലെ പുറത്തേക്ക് പോകുന്നു, മിശ്രവിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ഗോത്രത്തിന് വെളിയിലുള്ള മറ്റു ഗോത്രവുമായിട്ട് ഇതുപോലെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന സംഗതിയിൽ ആശങ്ക പ്രകടിപ്പിക്കാനുള്ള ഒരു ധാർമ്മികമായ ഒരു ഹലാൽ അവകാശം അത് ഈ കാക്കാമാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതേ ഒരു ആശങ്ക അതിവിടുത്തെ സംഘികൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത്? ഇതേ ആശങ്ക ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊന്തുന്നത്? അതെ, അതേപോലെ ഇവിടെ ഈ ആശങ്ക ചില കമ്മ്യൂണിസ്റ്റുകാർ പോലും പറഞ്ഞു വെക്കുന്നു. ഇതാണ് നമ്മളെ മുന്നിലുള്ള കാഴ്ച. ബാക്കി പറഞ്ഞു കേട്ടിട്ട് വരാം. ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത്
സംഘടന തന്നെയാണ്, അഥവാ സമസ്ത അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ. ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടുമ്പോൾ ആരുടെ കൂടെയാണോ ഒളിച്ചോടിയത് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടി പോകാൻ പാടില്ല എന്നത് അവരുടെ മതപരമായ ബോധത്തിൻ്റെ ഭാഗമാണ്. ആ ബോധം അവൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ മതപരമായ അധ്യാപനം നടക്കണം. അതിനുവേണ്ട സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് സുന്നി മാലിന്യ ഫെഡറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഒരു ഭൗതിക ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? ഇങ്ങനെ പെൺകുട്ടികൾ മറ്റ് മതങ്ങളിലുള്ള ആളുകളുമായിട്ട് കല്യാണ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥ. ഇതിലെടുത്തെടുത്ത് പറയുന്നത് പുരുഷന്മാരുടെ കാര്യമല്ല, സ്ത്രീകളുടെ കാര്യം തന്നെയാണ്. സ്ത്രീകൾ പുറത്തേക്ക് പോകുന്നു, പെൺകുട്ടികൾ പുറത്തേക്ക് പോകുന്നു. പെൺകുട്ടിയുടെ മതപരമായ ബാധ്യതയാണ്. അത് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ആ പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കണം. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചത്. മിശ്രവിവാഹം വർദ്ധിക്കുന്നു, മതപഠനം അനിവാര്യം എന്ന് പറയുന്നു. ഇതേ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മദ്രസയിൽ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന വീഡിയോ വേറെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഈ പറയുന്ന സംഗതി. അപ്പോൾ ഈ ആശങ്ക എല്ലാവരും പറയുന്നു. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? മതപഠനം നടത്തണം, മദ്രസകൾ വിപുലീകരിക്കണം, ദർസ് ഒക്കെ അടിപൊളിയാക്കണം എന്ന് പറയുന്നു. ഇവിടുത്തെ ഹിന്ദുക്കൾ എന്താ ചെയ്തത്? നമുക്കറിയാം. ഈ ലവ് ജിഹാദ് പ്രശ്നവും അതിൽപ്പെട്ട ഹിന്ദു പെൺകുട്ടികളുടെ പ്രശ്നമൊക്കെ ഇവിടെ ഉയർന്നു വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആർഷവിദ്യാ സമാജം എന്നോ അങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ആ സംഗതിയും ഇവിടെ ഹിന്ദുക്കൾ തുടങ്ങി വെച്ചു. ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു വെക്കുന്നു? അവരും അവരുടെ ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ പുറത്തേക്ക് പോകുന്നത് പ്രശ്നം ആയി കണ്ട് അതിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ സിനിമ വരെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അവർ സിനിമ കാണിക്കുന്നു. അതുകൂടാതെ അവരുടെ പാഠപുസ്തകത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം തന്നെ അവിടെ വെച്ചിട്ട് ആളുകളെ ബോധവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യമെത്തുന്നു. അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ ഇതിലൊരു പ്രശ്നം കിടക്കുന്നത് എന്താണ്? മറ്റുള്ള ആളുകൾ ഒരു മിശ്രവിവാഹം കഴിക്കുമ്പോൾ അതൊരു മിശ്രവിവാഹം എന്ന നിലയ്ക്ക്, പ്രണയം എന്ന നിലയ്ക്കും, അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അവരുടെ ഒരു എന്താ പറയുക, ജൈവികമായ ഒരു ചോദന എന്ന രീതിയിൽ അത് നിലനിൽക്കും എങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ നിൽക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആളുകൾ പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് ചില ആളുകളൊക്കെ മാന്യമായ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഷാറൂഖ് ഖാനും ഭാര്യയൊക്കെ ഇതുപോലെ ഒരു ലവ് ജിഹാദാണെന്ന് ആരും പറയാറില്ല. അതേപോലെ പല ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ സോണിയ സെബാസ്റ്റ്യൻ, അതുപോലെ മെർലിൻ, അങ്ങനെ പല ഫാത്തിമ, നിമിഷ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ പേരുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഏതോ കോടി രൂപയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടു തന്നെ ഞാൻ എടുത്തോളാം. പക്ഷേ നിങ്ങൾ നമ്മളെല്ലാം വെല്ലുവിളിച്ചത് കൃസംഗികളെയാണ്. അവർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് വിചാരിക്കുന്നു. പോട്ടെ, എന്തായാലും ഇങ്ങനെയുള്ള കഥകൾ കൂടി ഇവിടെ വരുമ്പോൾ ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇതിനെ സാക്ഷ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നിരിക്കെ ഇന്നിപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടപ്പോൾ സത്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം അത് ഇനിയും ആവർത്തിക്കുന്നു. അതായത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നത് നന്നായി എന്ന് പറയുന്നത്, തുടക്കം മുതൽ പറയുന്നത്, ഇനിയും പറയാനുള്ള അവസരമാണ് എനിക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം അന്ന് മുതൽ പറഞ്ഞ കാര്യം ഇത് ചർച്ചാ വിഷയമാകണം. ഇങ്ങനെ മിശ്രവിവാഹം കഴിക്കുക, അതുപോലെ മാന്യമായിട്ട് കുടുംബബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മതഭേദമന്യേ മുന്നോട്ട് വരുന്ന യുവതി-യുവാക്കൾ അവരുടെ ആ പ്രണയത്തിൽ പോലും മതം തിരികിക്കൊണ്ട് അതിനെയും മതം വളർത്താനുള്ളൊരു ഉപാധിയാക്കി മാറ്റുന്ന ഒരു പ്രവണത അതിവിടുത്തെ കാക്കാമാർ വെച്ച് പുലർത്തുന്നു. അത് അവർ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അതിലൊരു ജിഹാദി പ്രവർത്തനങ്ങൾക്ക്, നമ്മളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മളിവിടെ കാണുമ്പോൾ മുസ്ലിമായിട്ടുള്ളൊരു ഏത് വ്യക്തി, ഇപ്പം ഞാൻ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അമുസ്ലിമായിട്ടുള്ള ഒരാളുമായിട്ട് ഒരു സംഭാഷണം നടത്തിയാൽ അതുപോലും ചിലപ്പോൾ ഇവിടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പേരെടുത്ത് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഗതികേട് അതാരാണ് ഇവിടെ വരുത്തി വെച്ചത്? അത് ഈ കാക്കാമാർ തന്നെയാണ്. അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെയാണ് എന്ന് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് തെളിവോടെ നമുക്കിവിടെ കാണിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ലവ് ജിഹാദിനെ കുറിച്ച് അത് യാഥാർത്ഥ്യമാണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പറയുന്നു. അത് യാഥാർത്ഥ്യമാണെന്ന് പിന്നെ സംഘികൾ പറയുന്നതിന് പ്രത്യേകിച്ച് ചിത്രത്തിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അറിയാം, അവരെ പറയുന്നുള്ളൂ എന്നത്. ഇനി കമ്മ്യൂണിസ്റ്റുകാരനും ഇതുപോലെ സംബന്ധിച്ചൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. കമ്മ്യൂണിസ്റ്റുകാരുടെ രേഖകളിൽ പോലും ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കുണ്ട് എന്നും അത് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നും
പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ നേതാക്കൾ, അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുക്കാൽ മീഡിയ ആയതുകൊണ്ട് ആർക്കും സംശയമൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ലവ് ജിഹാദ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രണയത്തിൽ മതം തിരുകിക്കൊണ്ട്, മിശ്ര വിവാഹങ്ങളിൽ മതം തിരുകിക്കൊണ്ട്, അതിൽ ഭീകരവാദത്തിന് പോലും വഴിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചുകൊണ്ട് പോയി ഇവിടെ വലിയ പ്രശ്നമാക്കി. ഇത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ പേരും പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കിയത് ആരാണ്? അതിന് നിങ്ങൾ സംഘികളെ പഴി പറഞ്ഞിട്ടോ ക്രിസ്ത്യാനികളെ പഴി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല പ്രിയപ്പെട്ട കാക്കാമാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ സ്വന്തം തലയിലെ ഇരിക്കുന്ന പൂടയാണത്. അത് നിങ്ങൾ സ്വന്തം തലയിൽ തടവി നോക്കിയിട്ട് അതിന് വല്ല പരിഹാരം കണ്ടെത്താൻ വേണ്ടി നോക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിലും ഏതിലും മതം തിരികുന്ന പരിപാടി അത് നിങ്ങൾ നിർത്തണം. ഏത് വിഷയമെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മതം തിരികുന്ന ഒരു ഏർപ്പാട്, ഇത്തരം തലതിരിഞ്ഞ ഒരു തൊലിഞ്ഞ ഏർപ്പാടെന്ന് നമ്മൾ പറയും. ഇത് കാക്കാമാരുടെ സ്ഥിരം പരിപാടിയാണ്. അത് നിർത്തിയേ പറ്റുള്ളൂ. മുസ്ലിങ്ങൾ ഇത് മാറ്റിയേ പറ്റുള്ളൂ, തിരുത്തിയേ പറ്റുള്ളൂ. അവിടെ മതേതരമായിട്ട് നിൽക്കേണ്ട കാര്യങ്ങളെ മതേതരമായിട്ട് തന്നെ നിലനിർത്താൻ അതിന് ഒരു ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്കുണ്ട്. അത് മറ്റും വിഭാഗം ആളുകൾക്ക് മാത്രമുള്ളൊരു സാധനമല്ല. അത് എങ്ങനെയാണോ ക്രിസ്ത്യാനിക്കുള്ളത്, എങ്ങനെയാണോ ഹിന്ദുവിനുള്ളത്, തത്തുല്യമായ അവകാശം, ഒരു ഉത്തരവാദിത്തം അത് മുസ്ലിങ്ങൾക്കും ഉണ്ട് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഓർമ്മിക്കുക. ഏതായാലും ഇത് ഞാൻ പറയുമ്പോഴാണല്ലോ പ്രശ്നം. അതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ സമസ്തയുടെ പല്ല് കൊഴിഞ്ഞ ഒരു സിംഹത്തിനെ നമുക്കിവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ പല്ല് കൊഴിഞ്ഞിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ ആ ഒരു തലത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അദ്ദേഹം പറയുന്ന ആ സുവർണ ലിപികളിൽ കൊത്തിവെക്കേണ്ട സാധനം അത് നമുക്കൊന്ന് കേൾക്കാം. അത് കേരള സ്റ്റോറി എന്ന് അത് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അറബി പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ഒരു സംഭവമായിക്കോളുന്നില്ല. ഈ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോകുക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. അതിന് മതം നോക്കിയിട്ടല്ല. ഇപ്പം പ്രേമിക്കേണ്ടത് മതം നോക്കിയിട്ടാ ആണോ? അല്ലല്ല. പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മതമില്ലാത്തവരെ പിടിച്ചുകൊണ്ട് പോകണ വല്ല സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ടോ? അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരുത്തം മറ്റൊരുത്തരെ സ്നേഹിച്ചാൽ ചിലപ്പോൾ അവളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവനെ കൊണ്ടുപോകും. ഇതൊക്കെ സ്വാഭാവികമല്ലേ? അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാ. മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം മോശമാവുന്ന ഒരു ചിത്രം വരുത്തി തീർക്കുന്നതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഞങ്ങളെ പണിയാന്ന് തോന്നും, മുസ്ലിമീങ്ങളെ പണിയാണ്. ഇപ്പോൾ ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിമീങ്ങളല്ലാത്ത സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്, അവരെ തട്ടിക്കൊണ്ടുപോകുക, ഇത് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മതമൊന്നും അവിടെ അവർക്ക് അത് തടസ്സമല്ല. അത് ആർക്കും അങ്ങനെ തന്നെ. അവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പലരും മുസ്ലിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടുപോകുക ചെയ്യുന്നുണ്ടല്ലോ. ഇത് ലവ് ജിഹാദ് എന്നാണ്. ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാതെ ശരിയല്ല. മലരായ പൂവി, ആ പാട്ടാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉസ്താദ്, ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ചു പോവുകയാണ്. സത്യത്തിൽ സമസ്ത കാക്കമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു ഗർജിക്കുന്ന ഒരു സിംഹം എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ചിത്രം. അവിടുന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ ഇതിൽ ഇവർ കുറ്റാരോപിതരായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിൽ ഇവർ ഉത്തരം പറയേണ്ട ഒരു ഗതികേട് ഇവിടെ കൊണ്ടുവച്ചു കൊടുത്തത് ആരാണ്? അവിടെ ഞാൻ പറയും അതിൽ ഇവർക്ക് വലിയ പങ്കില്ല. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇതിൽ പങ്ക് കൊണ്ട് വെച്ചത് ആരാണ്? അതിവിടുത്തെ ഈ സലഫികളാണ്. അത് നമ്മൾ പറയാതെ നിവൃത്തിയില്ല. സലഫികളാണ് ഈ ഈ പറയുന്ന പ്രബോധനം, ദഅ്വാ പ്രവർത്തനം, മതം മാറ്റൽ, ജിഹാദി പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള സംഗതികളൊക്കെ ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി ഇതുപോലെ നിറഞ്ഞു നിന്നതും ഇന്ന് ഇതുപോലെയുള്ള ആളുകൾ ഈ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാനുള്ളത്, ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ മതത്തെ അങ്ങ് നമുക്കിങ്ങനെ മറ്റേ ഹാർപ്പിക്ക് ഒഴിച്ച് കളയുന്ന പോലെ കളയാനൊന്നും പറ്റില്ല. അങ്ങനെയല്ല ഇത് തീരാൻ പോകുന്നത്. എങ്ങനെയാണ് ഇസ്ലാം ഇവിടെ സമൂഹത്തിലൊരു പ്രശ്നമല്ലാതെയാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ഈ രീതിയിൽ മയപ്പെടണം, ഈ രീതിയിൽ സമരസപ്പെടണം, ഈ രീതിയിൽ എന്താണോ സമൂഹം ആഗ്രഹിക്കുന്നത് അത് പറയുന്നവരായിട്ട് ഇവർ മാറണം. ഇത് സത്യത്തിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം, ഈ തലക്കെട്ട് പൊറോട്ടക്കെട്ടും കെട്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം അനിസ്ലാമികമായ കാര്യമാണ്. ഇസ്ലാമിൽ എവിടെയാണ് പ്രണയം?
ഇസ്ലാമിൽ എവിടെയാണ് ഇതുപോലെ മറ്റ് സ്ത്രീകളെ അങ്ങനെ കല്യാണം കഴിക്കരുത് എന്നുള്ള നിയമം അല്ലല്ലോ ഇസ്ലാമിലുള്ളത്. കാഫിറുകളായിട്ടുള്ള സ്ത്രീകളെ പിടിച്ചടക്കി അവരെ കല്യാണം കഴിക്കണം, അവരെ നിങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പഠിപ്പിക്കുന്ന സാധനത്തെ പോലും ഇദ്ദേഹം തള്ളിക്കളയുന്നു വളരെ ലാഘവത്തോടു കൂടി. ഒരു കണക്കിന് നല്ലതല്ലേ, അങ്ങനെ മാറി തന്നെയാണല്ലോ വേണ്ടത്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ കേരള സ്റ്റോറിയും അതിലേക്ക് നയിച്ച സംഭവങ്ങളും അതൊക്കെ വന്നപ്പോൾ സമൂഹത്തിലുണ്ടായിട്ടുള്ള ചർച്ചകളും ഇതുപോലെയുള്ള ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഇത്തരം നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന ഔട്ട്കംസ്, അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്കമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്, ഇതിലേക്ക് വഴി വെച്ചത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അയാളുടെ അണ്ണാക്കിലേക്ക് നീട്ടി വെച്ച് കൊടുത്തിരിക്കുന്ന മൈക്കുകളില്ലേ, ആ മൈക്കുകളാണ് അതിന് ഉത്തരവാദി. അത് ആരുടെ മൈക്കാണ്? അത് ആ പത്രം, അതിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറുകളല്ല അതിനെ പ്രതിദാനം ചെയ്യുന്നത്, ജനങ്ങളാണ്. ആ ജനങ്ങൾ ഓരോരുത്തരും നീട്ടിയിരിക്കുന്ന ആ മൈക്കായിട്ടാണ് അതവിടെ പ്രതിഫലിക്കുന്നത്. ഇത് ജനങ്ങളോട് ബാധ്യത അവിടെ ഉണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ അത് സ്വന്തം സമുദായത്തോടും ഉണ്ട്, അതുകൂടാതെ പൊതുജനങ്ങളോടും ഉണ്ടാകുന്നു. കാരണം അത് ആ രീതിയിൽ പറഞ്ഞില്ല, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഡയലോഗാണ് ഇവിടെ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ മിശ്ര വിവാഹം വർദ്ധിക്കുന്നു, അത് ഒരു അധാർമികതയാണ്, വഴിപടച്ചു പോകുന്നതാണ് എന്ന് കുറച്ച് മുന്നേ നമ്മുടെ മറ്റേ കാക്കാൻ പറഞ്ഞ മാതിരി ഇവിടെ ആവർത്തിക്കാനുള്ള ത്രാണിയില്ലാതെയായി എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഔട്ട്കം. ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്, സെക്യുലറൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അത് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒറ്റയാൾ പോരാട്ടമൊന്നുമല്ല, ഇതിലെല്ലാവർക്കും പങ്കുണ്ട്, നിങ്ങൾക്കും പങ്കുണ്ട്. നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ കമൻറ്റുകളായാലും നിങ്ങളുടെ ഓരോ ലൈക്കായാലും ഷെയർ ആയാലും നിങ്ങളിടുന്ന ഓരോ കാര്യങ്ങളും ഇതിലേക്ക് വഴിവെക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ തോളത്ത് തട്ടിയിട്ട് പറയാം നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം എന്ന് തന്നെയാണ് ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായാലും നമ്മളിവിടെ കണ്ടതെന്താണ്? നമ്മളുടെ കാക്കാൻ ബിഫോർ KS കാമസൂത്രയല്ല കേട്ടോ, കേരള സ്റ്റോറിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കേരള സ്റ്റോറിയും അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആ ജിഹാദി പ്രവർത്തനങ്ങളും അതിന് വഴിവെച്ച തരത്തിലുള്ള മറ്റു വിഷയങ്ങളും അതിൽ ശരിയായതും ശരിയല്ലാത്തതും എല്ലാം എന്തൊക്കെയായാലും അതിനകത്തുള്ള ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ചയാക്കിയപ്പോൾ ബിഫോർ KS ഹിജ്റയ്ക്ക് മുന്നേ ഹിജ്റയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ് ശീലമുള്ള ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അവിടെ അതിനു മുന്നേ മിശ്ര വിവാഹം വന്ന് ഹറാമായിരുന്നു. എന്നാൽ കേരള സ്റ്റോറിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ രൂക്ഷമായി ഇതുപോലെ മുസ്ലിം സമുദായത്തിന് മുന്നിലേക്ക് എല്ലാവരും ഇങ്ങനെ വിരൽ ചൂണ്ടാൻ തുടങ്ങിയപ്പോൾ അതിന് ചൂണ്ടുന്ന തലത്തിലേക്ക് ഇവിടുത്തെ ഈ സലഫികൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചപ്പോൾ ഇതിലൊന്നും പങ്കില്ലാതെ ഇരുന്ന ആളുകൾ പോലും ഇതിലേക്ക് ഇങ്ങനെ അത് ഹലാലാണ്, മിശ്രവിവാഹമാകാം, അങ്ങനെ മതം നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോൾ കേരള സ്റ്റോറിക്ക് മുന്നേ ഹറാമായിരുന്ന മിശ്ര വിവാഹം കേരള സ്റ്റോറിക്ക് ശേഷം അത് ഹലാലായിട്ട് മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഒരു കൈയടിച്ച് നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇതാണ് ഇവിടെ ഇതിൽ പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ഈ ഒരു മൊത്തം വിഷയം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മളൊരു തീരുമാനം നമ്മളിവിടെ എടുത്തിരിക്കണം, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എടുത്തിരിക്കണം. ഞാനിവിടെ പറയുന്ന കാര്യം, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാം, മുഹമ്മദ് നബി വലിയ സംഭവമാണെന്ന് പറയാം, ഒക്കെ ശരിയാണ്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന ഖുർആനിലെ ആ സാധനം, അള്ളാഹുവിൻ്റെ അടുത്ത് ഇസ്ലാം മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊക്കെ കട്ട പുകയാണ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു അശ്ലീലം അതെടുത്ത് വെച്ചുകൊണ്ട് മറ്റു മതങ്ങളെ അവമതിക്കുന്ന രീതിയിലേക്ക്, മറ്റു മതങ്ങളെ കളിയാക്കുന്ന രീതിയിലേക്ക്, മറ്റു മതങ്ങളൊന്നും അല്ല എന്ന് പറയുന്ന രീതിയിലേക്ക്, അവരെ ശത്രുക്കളായിട്ട് കാണുന്ന രീതിയിലേക്കുള്ള ആ സലഫി ദഅവ, ആ ഒരു കുൽസിത പരിപാടി അത് നിങ്ങൾ നിർത്തണം. അത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരങ്ങളും അതൊക്കെ നിങ്ങളുടെ സ്വകാര്യതയിൽ കൊണ്ടു നടക്കുന്ന രീതിയിലും നിങ്ങളുടെ സാമൂഹികമായ അത് ഒരു മതേതരത്വത്തിന് ഒരിക്കലും ഒരു ഭീഷണിയാകാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്നതിന്, അതുപോലെ നമുക്ക് ഡെമോക്രസി വേണ്ട, ശരിയ നിയമം മതി എന്നൊക്കെ പറയുന്ന ആ ഉളുപ്പില്ലായ്മ അതൊന്നും എഴുന്നള്ളിക്കാത്ത തലത്തിൽ നിങ്ങളത് കൊണ്ടു നടക്കുന്നിടത്തോളം ഈ ഒരു മതവും ഇവിടെ ഭീഷണിയല്ല.
അതല്ലാതെ ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഐസിസ് പോലെ ഇതെല്ലാം സലഫി ഇൻഫ്ലുവൻസ് തന്നെയാണ്. വഹാബിസം എന്നൊക്കെ പറയുന്ന സാധനം അതിവിടെ കൂടുതൽ കൊണ്ടുവരും തോറും ഇത് വലിയ പ്രശ്നമായിട്ട് മാറും എന്നത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി വേറെ ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മതത്തിന് ഗുണങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട് ഗുണമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, നമ്മൾ നിങ്ങൾക്കിപ്പോൾ വല്ല കപ്പലണ്ടി തിന്നണം അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് തിന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ടാണ് അത് വാങ്ങി തിന്നുക? നിങ്ങൾ കാശ് കൊടുത്ത് അണ്ടിപ്പരിപ്പ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഈ മറ്റേ കപ്പലണ്ടി വാങ്ങുന്നു, തിന്നുന്നു. ഇതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ വേറെ ബിരിയാണി വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് അണ്ടിപ്പരിപ്പ് തിന്നാനോ അതല്ലെങ്കിൽ താഴെ വീണ മണ്ണിൽ കിടക്കുന്ന അണ്ടിപ്പരിപ്പ് പെറുക്കി തിന്നാനോ അല്ലല്ലോ നിങ്ങൾ നോക്കുക. അത് വൃത്തിയായ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ എളുപ്പം കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കും. ഇതല്ലേ നിങ്ങൾ ചെയ്യുക. പക്ഷേ ഈ നന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്തു വെക്കുന്ന ഇസ്ലാമിനകത്ത് അനേകം തിന്മകളുണ്ട് എന്നത് തന്നെയാണ് ഈ മതങ്ങളുടെ പ്രശ്നം. ഒന്നത്. രണ്ട്, നിങ്ങൾ ദൈവികമാണ് എന്ന് പറയുന്ന സാധനത്തിൽ തിന്മകൾ ഉണ്ടാകാൻ പാടില്ല എന്നിരിക്കെ അതിനകത്ത് തിന്മയും ഉണ്ട് എന്ന് നിങ്ങൾ പോലും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ആണല്ലോ നിങ്ങൾ നന്മ എടുത്തൂടെ എന്ന ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ആ ഗതികേടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, നന്മ എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തിന്മയും ഉണ്ട് എന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നു, സമ്മതിക്കാതെ സമ്മതിച്ചു വെക്കുന്നു. അത് തിരിച്ചറിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് ആധുനിക ലോകത്ത് എടുത്ത് പുറത്ത് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഈ മതത്തിനകത്തുണ്ട്, ഇസ്ലാമിനകത്തും ഉണ്ട്, മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ തന്നെ. അങ്ങനെ വരുമ്പോൾ അത് ചിലത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മളിന്ന് സംസാരിക്കുന്ന ഭീകരവാദം എന്ന് പറയുന്ന വിഷയം. ഓരോ രാജ്യവും ഓരോ പഞ്ചായത്തും ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ കാര്യം, മതവിദ്വേഷം, അതിൻ്റെ പേരിൽ നടക്കുന്ന മതവൈര്യം, അതുപോലെയുള്ള രാജ്യാന്തര അക്രമങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത് വലിയ വിഷയമാക്കി നമുക്ക് പറയേണ്ടതായിട്ട് വരികയാണ്. അതിന് വഴിവെക്കുന്നത് ഈ സലഫിസമാണ് എന്നും കൂടി വരുമെന്നോടത്താണ് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൊണ്ടു നടന്നിരുന്ന ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ അധിഷ്ഠിതമായ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഇപ്പോൾ പാട്ട് ബെയ്ത്ത്, ഇപ്പോൾ പാട്ട് പാടുന്നത് പോലും അതൊന്നും ഒരു കുഴപ്പം ഇല്ല എന്നുള്ള രീതിയിൽ കൊണ്ട് നടന്നിരുന്ന ആ ചിന്തകൾ നമുക്കറിയാം. ഒരു കാലത്ത് താലിബാൻ തന്നെയായിരുന്നു സമസ്ത. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ഇന്ത്യൻ വൽക്കരണം, ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു സംസ്കാരം കൂടി സന്നിവേശിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ സമസ്തയൊക്കെ പിന്നീട് മാറിയത്. എന്ന് വെച്ചാൽ നമ്മളുടെ സംസ്കാരം കൂടി അതിനകത്തേക്ക് ഉൾച്ചേർന്നിരുന്നു. എന്താണ് ആ സംസ്കാരം? ആ സംസ്കാരം എന്ന് പറയുന്നത് ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ മതേതര ചിന്തയും ആ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു മതസൗഹാർദ്ദ കാഴ്ചപ്പാട്, ഒരു മതേതര കാഴ്ചപ്പാട്, ഒരു ജനാധിപത്യ കാഴ്ചപ്പാട് അത് ഈ സലഫിസത്തിനില്ല. അത് ഡെമോക്രസിക്ക് വിരുദ്ധമാണ്, അത് സെക്യുലറിസത്തിന് വിരുദ്ധമാണ്. മതസൗഹാർദ്ദം എന്ന് പറയുന്ന ആശയമില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ശംസുദ്ദീൻ പാലത്തിൻ്റെ പ്രസംഗം 1.5 മണിക്കൂറേറെ നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾക്ക് കാര്യം വെളിച്ചത്ത് വരും. നമ്മളുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം സൗകര്യം പോലെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് ഈ സുന്നികളുടെ ഇടയിൽ പോലും, ഇവിടുത്തെ ഈ സമസ്ത ഉള്ള ആളുകളുടെ ഇടയിലേക്ക് പോലും ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കുന്നു, അരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള പല്ലുകൊടിഞ്ഞ സിംഹങ്ങളാണെങ്കിലും അവരിലും ചെറിയ നന്മകൾ ബാക്കിയുണ്ട്. അവരും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഒരു ഡയലോഗ് പറയാൻ അവർ നിർബന്ധിതരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മതത്തിനുപരി ചില കാര്യങ്ങൾ പറയാൻ അവർക്കൊരു മനസ്സ് അപ്പോഴും ബാക്കിയുണ്ട് എന്നത് തന്നെയാണ്. അത് നമ്മൾ അവിടെ കാണുന്നു, അത് ഉയർത്തി വെക്കണം. നിങ്ങൾക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ഉത്തരവാദിത്തം ഞാനിവിടെ നിർവഹിക്കുന്നു. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തീരുമാനിക്കുക, സലഫിസം വേണോ, ഈ പറയുന്ന ഇന്ത്യയിൽ ജീവിക്കുന്നതിന് അനുകൂലമാകുന്ന രീതിയിലുള്ള തരത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകുന്ന ഒരു തരം ഇസ്ലാം ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെയുള്ള മിശ്ര വിവാഹം ഓക്കെയാണ്, അത് ഹലാലാണ് എന്ന് പറയുന്ന രീതിയിലേക്കെങ്കിലും നിങ്ങൾക്ക് മാറാൻ കഴിയുന്നത് എന്ന് ഇവിടെ ഒന്ന് അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നു. ഈ വിഷയം ഒന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.